സോ ഹലോ ഗൈസ് വാട്സപ്പ് എല്ലാവർക്കും നസിൻ വൈറ്റിൻ്റെ പുതിയൊരുടലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് വേറെ ഒരു ഗെയിമാണ്. ഷുഗർ കെയിൻ ഇവിടെ ഉണ്ട്, കൊണ്ടുപോയേക്കാം. ഇനി ഷുഗർ കെയിൻ ഇല്ലയെന്നും പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഷുഗർ കെയിൻ്റെ എല്ലാം നല്ല ആവശ്യം വരും. അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയേക്കാം. നമ്മുടെ വില്ലേജിലേക്ക് പോട്ടെ. എനിക്ക് ഈ സീഡ് ഇല്ലാതെ പറ്റൂല. എനിക്ക് ഈ സീഡിലെ വില്ലേജില്ലാതെ പറ്റൂല. കാരണം വേറെ ഒരു വില്ലേജും എനിക്ക് അറിയത്തില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ബെസ്റ്റ് സീഡ്. എനിക്ക് ഇതിൻ്റെ എൻഡ് പോർട്ടൽ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ സീഡ് ഇഷ്ടം. ഇതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇവന്മാരിൽ ഞാനിവിടെ എത്തുമ്പോഴാണ് ഇവന്മാർ ലിങ്ക് ആവുന്നത് ഓരോരോ എക്യുപ്മെൻറ്റ്സിലേക്ക്. അപ്പോൾ ഞാനൊരു ബെഡ് പൊട്ടിച്ചുകൊണ്ട് പോട്ടെ. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നിന്നൊന്നും കിട്ടില്ലേ? അവിടെ ഇവരൊന്നും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കുകയില്ലേ? പിന്നെ ഇവരെല്ലാം എങ്ങനെയാണ് ബെഡ് ക്രാഫ്റ്റ് ചെയ്യുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചില വീടുകളിലും നല്ലൊരു മഞ്ഞ പൂച്ച. എനിക്ക് ആ പൂച്ചനെ വേണം. എനിക്കൊരു പൂച്ചനെ വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മീനിനെ കൊല്ലണം. എനിക്ക് ദൈവമേ, ഡ്രോണൊന്നും ഉണ്ടായിരിക്കല്ലേ? ഡ്രോണൊന്നും ഇത് കടലാണോ? ഓഷനാണോ ഇത് ഓഷനാണോ തോന്നുന്നു. അല്ല, ഇത് ഓഷനിലേക്ക് കണക്റ്റ് ആവുന്നതാണെന്ന് തോന്നുന്നു. കാരണം താഴെ ചെറുതായിട്ടൊരു പച്ചപ്പെല്ലാം കാണുന്നുണ്ട്. പക്ഷേ പച്ചപ്പ് മാത്രമേ ഉള്ളൂ. മീനിനെയൊന്നും കാണാനില്ലല്ലോ. എടാ നീയല്ലോ എവിടെ പോയി? അവിടെ പംകിനും ഉണ്ട്. എടാ, മീനിനെ കാണുന്നില്ല. സ്ക്വിഡിനെ കാണുന്നുണ്ട്, പക്ഷെ മീനിനെ കാണുന്നില്ല. ഇതെന്താ? ആഡായിരിക്കും. ഞാൻ ഡ്രൗൺ ആവാതിരുന്നാൽ മതിയായിരുന്നു. ആ ആഡെല്ലാം കഴിഞ്ഞു. ഞാൻ ഡ്രൗൺ ആയോ? വിചാരിച്ച കാര്യം തന്നെ നടന്നു. കുറച്ച് ഹാർട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. എൻ്റെ ഹങ്കർ ഇതേവരെ കുറഞ്ഞിട്ടില്ല, ഇത്രയും ഓടി കിടന്നിട്ട്. അല്ല, ഞാൻ ഏതെങ്കിലും വേറെ വില്ലേജിലെത്തിയാ? അങ്ങനത്തെ ഫീലാണല്ലോ എനിക്ക് പുറത്തെ ലോകം കാണുമ്പോൾ. ഇപ്പോൾ ഇങ്ങനത്തെ അല്ലടാ, ഇവിടെ ഒന്നും. എടാ അമ്പട കള്ള, മോൻ ഇവിടെ തന്നെ ഇരി. ഞാനിപ്പോൾ നിനക്കൊരു പണി തരാം. എടാ, ഗ്രീൻ കോട്ടായിരുന്നാ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഇല്ലേ. നീ ഉണ്ടോ? ഓക്കെ മോനെ നിന്നൊന്നും പുറത്ത് വിടൂല ഞാൻ. നിന്നെ സോംബി പിടിച്ചോണ്ട് പോവും. ഷോംബിച്ചേട്ടൻ നിന്നെ പിടിച്ചോണ്ട് പോവും. എന്നിട്ട് നീ സോംബിയായി മാറും. എന്നെക്കൊണ്ടൊന്നും വയ്യ വേറെ വില്ലേജ് ഒപ്പിപ്പോവാൻ. അതുകൊണ്ട് ഇപ്പോഴേ ലോക്ക് ചെയ്ത് വെച്ചേക്കാം. മറ്റേ കുട്ടി സോംബി വരാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ഡോർ കാണാൻ കൂടി പറ്റരുത്. സോംബി എന്നല്ല, അവൻ്റെ അച്ഛൻ വന്നാലും ഈ വില്ലേജറിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഗോളണ്ണാ, എന്നെ അടിച്ചു ഇടാതിരുന്നാൽ മതി. ഈ വില്ലേജറിനെയും കൂടി എങ്ങനെയെങ്കിലും ട്രാപ്പാക്കി വെക്കണം. അയൺകോളം ഞാൻ വില്ലേജറിനെ അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അയൺകോളം വന്ന് ആക്രമിക്കുക. എടാ മോനെ പോടാ. എടാ മോനെ, മറ്റേതിലാണെങ്കിൽ മറ്റേ ലൈബ്രറി പോയാൽ കിട്ടിയായിരുന്നു എനിക്ക്. അവിടെ ഇതിലാണ് ലൈബ്രറിയാണോ? ഇത് ലൈബ്രറി അല്ലേ? പക്ഷെ ഇത് 2 പേരുള്ളതല്ല. മറ്റേ 2 പേരുള്ളത് എവിടെ പോയി? ഈ വില്ലേജ് വലിയൊരു വില്ലേജാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ അയൺ ടൂൾസിലേക്ക് മാറാം അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അയൺ ടൂൾസിലേക്ക് പോവാം. അച്ചീവ്മെൻറ്റ് കിട്ടിയില്ലേ? അയൺ കയ്യിലെടുത്തുകൊണ്ട് അച്ചീവ്മെൻറ്റ് കിട്ടിയില്ല. ബൂട്ട്സ്, പിന്നെ സാപ്ലിങ്, അതെനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. നല്ല സോഡെല്ലാം പുതിയ സോഡാണ്. എടാ മോനെ, ഒരടി കാണാ വേണ്ട. ഇവൻ മറ്റേ ഗോളണ്ണനെ വിളിച്ച് സീനാക്കും. പക്ഷെ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എടാ കള്ള ഊറ്റിയിട്ടവനെ, ഒരു മിനിറ്റ്. ഇതെന്താണ്? സോഡല്ലേ?
ഈ സോഡ അങ്ങ് മേടിച്ചാലോ, പക്ഷേ 8 എമറാൾഡ് കൊടുക്കണം. എടാ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ വാങ്ങൂടാ, അതും അയൺ സോഡ് ഞാൻ വാങ്ങാൻ പോവില്ലേ. ഈ ആൾ ഫുൾ ഉടായിപ്പാണല്ലോ. ഒരു റെയ്ഡ് വിളിച്ചാലോ യുവമാരെ, ഇങ്ങോട്ട് റെയ്ഡ് എനിക്ക് ഒരു ദിവസം വിളിക്കണം. എടാ നീ അകത്തേക്ക് പോടാ. എടാ മച്ചാനെ നീ അകത്തേക്ക് പോ, മച്ചമ്പി നീ അകത്തേക്ക് പോ. എടാ എന്നെ കൊണ്ടൊന്നും വയ്യ. നീ സോംബി നിന്നെ കടിച്ച് അവൻ പടവായി എല്ലാം ആവും. ഇവിടെ വീണ്ടും ഒരു ബ്ലാക്ക് സ്മിത്താ. എടാ ഇത് വേറെ ഏതോ വില്ലേജാണ്. ഇത് മറ്റേ സീഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒബ്സിഡിയൻ കിട്ടി. എടാ ഇത് വേറെ ഏതോ വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഒബ്സിഡിയൻ എല്ലാം കിട്ടി. മറ്റേതിൽ ഫസ്റ്റത്തെ ലെറ്റ്സ് പ്ലേന് ഒന്നിന്ന് ഒബ്സിഡിയൻ കിട്ടുമായിരുന്നു. ഇത് അതേ സീഡ് തന്നെയാണ്. മറ്റേത് വേറെ സീഡാണ്. അല്ല ഇനി ഇതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? അയ്യോ ഓക്കെ, ബ്രെഡ് കയറി അവിടുന്ന് അങ്ങനെ. ഓക്കെ ഗുഡ്, ദാറ്റ് ഈസ് എ നൈസ്. ഐ ലൈക്ക് ദിസ് വില്ലേജ്. ഓക്കെ ഐ ലൈക്ക് ദിസ് വില്ലേജ്. ഇവിടെ ഏതോ പൊട്ടൻ ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ പിടിച്ചു വെച്ചാണ് കിട്ടി. എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത അവിടെ. ഇതെന്നാ അടുത്ത എപ്പിസോഡിലൊരു ബ്രീഡർ സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു ബ്രീഡർ സെറ്റ് ചെയ്താലോ എന്ന്. ബ്രീഡർ സെറ്റ് ചെയ്യാം അല്ലേ? അടുത്ത എപ്പിസോഡിൽ ഒരു ബ്രീഡർ സെറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു ബ്രീഡർ സെറ്റ് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈനിങ്ങിന് പോവുക. പിന്നെ അങ്ങനത്തെ ചില പരിപാടികളെല്ലാം ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. മറ്റേ കോൺക്രീറ്റ് ബേസ് അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റാം. അതാകുമ്പോൾ കുറേ സ്പേസും കിട്ടും, ക്ലിയർ ആയിട്ടും കിടക്കും. ഒരു വെറൈറ്റി ഫീലും കിട്ടും. ഇതിനകത്ത് ഏതോ ഒരു മണ്ടൻ ഒളിച്ചിരിപ്പുണ്ട്. നിൻ്റെ വിച്ചിൻ്റെ സൗണ്ട്. ഇവന്മാരാണ് പണ്ട് വിച്ചായി മാറിയത്. എൻ്റെ സ്കിൻ ഏതാണ്? ഇമോട്ടാ ഇതിനകത്താ? അലക്സാണോ? അത്രയ്ക്ക് ആഡൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ഈ സീരീസ് നമ്മൾ കുറേ മുന്നിലേക്ക് കൊണ്ടുവന്നായിരിക്കും തോന്നുന്നു. കുറച്ച് കളിച്ച് നോക്കണം. അപ്പോൾ ഞാനിവിടെ കൂട്ടി നിൽക്കാം. വില്ലേജർ ഒന്ന് വാതിൽ തുറന്നിട്ടാലോ, എന്നെ സോംബി അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നത്, AFK നിൽക്കാനല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടോട്ടാ. ഇറ്റ്സ് മീ നസീം സൈനിങ് ഓഫ്.